മൂക്കിലെ മാത്രമായിട്ട് ഫാറ്റ് കുറയ്ക്കാൻ പറ്റില്ല എന്ന് നമുക്കറിയാം. ഓവറോൾ ഫാറ്റ് പെർസെൻറ്റേജ് കുറയ്ക്കുന്ന വഴിയേ നോസിൽ ഫാറ്റ് പോകും. പക്ഷേ ഒരുപാട് പേർക്ക് ബോഡി ഫാറ്റ് പെർസെൻറ്റേജ് കുറവായിരിക്കും, പക്ഷേ നോസിൽ കുറച്ച് ഫാറ്റ് കാണും. അതുപോലെ തന്നെ നോസിൻ്റെ സൈസ് കുറച്ചൊന്ന് സ്ലിം ആക്കണമെന്നുണ്ടായിരിക്കും. സോ അങ്ങനെയുള്ളവർക്ക് നോസ് ഫാറ്റ് റെഡ്യൂസ് ചെയ്ത് നോസ് കുറച്ച് സ്ലിം ആക്കാൻ വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റിയ കുറച്ച് എഫക്റ്റീവ് ആയിട്ടുള്ള വഴികളാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. വീഡിയോ ഫുള്ളായിട്ട് കാണുകയാണെങ്കിൽ നോസ് ഫാറ്റ് റെഡ്യൂസ് ചെയ്ത് നോസ് സ്ലിം ആക്കാനായിട്ട് സാധിക്കും. പുതുതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ വരുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ തന്നെ വീഡിയോക്ക് ഒന്ന് ലൈക്ക് കൂടെ ചെയ്തേക്കുക. സോ ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. മൂക്കിൻ്റെ ഷേപ്പോ ഹമ്പോ നമുക്ക് നാച്ചുറലായിട്ട് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല, അതിന് സർജറി തന്നെ ചെയ്യേണ്ടി വരും. സോ അതിനെപ്പറ്റി ഞാൻ ലാസ്റ്റ് പറയാം. ഫസ്റ്റ് നോസിൻ്റെ സൈസ് കുറയ്ക്കാനും നോസിൽ ഫാറ്റ് ഉണ്ടെങ്കിൽ അത് പോകാനും വേണ്ടിയിട്ട് സയൻറ്റിഫിക്കലി പ്രൂവ്ഡ് ആയിട്ടുള്ള വഴിയാണ് നോസ് മസാജിങ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് നോസ് മസാജിങ്സ് നോസിൻ്റെ കുറച്ച് സ്ലിം ആക്കാനും നോസ് ഫാറ്റ് റെഡ്യൂസ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. സോ അതെന്തൊക്കെയാണെന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. ഈ മസാജുകൾ നിങ്ങളുടെ ഡെയിലി റൊട്ടീനിൽ ആഡ് ചെയ്യുക. ഓക്കെ, ഫസ്റ്റ് മസാജ് ഇതാണ്. ഒരു 2 മിനിറ്റോളം വെച്ചിട്ട് ഡെയിലി ചെയ്യുക. ഞാൻ രണ്ടാമതായിട്ട് ചെയ്യേണ്ട മസാജ് ഇതാണ്. ഞാൻ മൂന്നാമത്തെ മസാജ് ഇതുപോലെ ചെയ്യുക. ഇപ്പോൾ ഈ വീഡിയോയിൽ കാണിച്ച 3 നോസ് മസാജുകളാണ് നോസ് ഫാറ്റ് കളയാൻ ഹെൽപ്പ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നോസ് കുറച്ച് സ്ലിം ആക്കാനും ഇത് ഹെൽപ്പ് ചെയ്യും. സോ ഇത് ഒരു തവണ ചെയ്തൊന്നും പറഞ്ഞ് നോസ് സ്ലിം ആകാൻ പോകുന്നില്ല, കൺസിസ്റ്റൻസി ആയിട്ട് തന്നെ ചെയ്യണം. സോ നോസിലെ ഫാറ്റ് കളയണം, അതുപോലെ തന്നെ നോസ് സ്ലിം ആക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ ഡെയിലി നോസ് മസാജും ചെയ്യുക. ഞാൻ രണ്ടാമതായിട്ട് നോസ് ഫാറ്റ് റെഡ്യൂസ് ചെയ്യാൻ പറ്റിയ ബെസ്റ്റ് വേ ആണ് നോസ് ടേപ്പിംഗ്. സോ ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് ക്രിഞ്ചായിട്ട് തോന്നിയേക്കാം. അതായത് മൂക്ക് കംപ്ലീറ്റ്ലി ടേപ്പ് വെച്ച് ടൈറ്റ് ചെയ്ത് വയ്ക്കുന്നതിനാണ് നോസ് ടേപ്പിംഗ് എന്ന് പറയുന്നത്. സോ ഇത് വർക്കിംഗ് ആണോ എന്ന് നോക്കുകയാണെങ്കിൽ സയൻറ്റിഫിക്കലി അങ്ങനെ വലിയ എവിഡൻസ് ഒന്നും ഇല്ല, ബട്ട് നോസ് സ്ലിം ആക്കാൻ ഇത് ഹെൽപ്പ് ചെയ്യും. സോ എങ്ങനെയാണ് നോസ് ടേപ്പിംഗ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞുതരാം. ഇതിനായിട്ട് ഫസ്റ്റ് ഒരു ടേപ്പ് എടുക്കുക, എന്നിട്ട് മൂക്കിൻ്റെ മുകളിൽ നിന്ന് ടേപ്പ് ചെയ്ത് വരിക. നല്ലപോലെ ടൈറ്റായിട്ട് തന്നെ ടേപ്പ് ചെയ്യുക. എന്നിട്ട് താഴെ ടിപ്പിൻ്റെ ഭാഗത്തായിട്ട് ചെറിയ നീളത്തിൽ ടേപ്പ് ഇതുപോലെ ഒട്ടിക്കുക. സോ ഇത്രയേ ഉള്ളൂ നോസ് ടേപ്പിംഗ്. രാത്രിയിൽ കിടക്കുന്നതിന് മുമ്പേ നോസ് ടേപ്പ് ചെയ്തിട്ട് കിടക്കുക, എന്നിട്ട് രാവിലെ ടേപ്പ് ഇളക്കി കളയുക. ഫസ്റ്റ് ടൈം യൂസ് ചെയ്യുമ്പോൾ തന്നെ നോസ് സ്ലിം ആകുന്നത് കാണാം, പക്ഷേ അത് പെർമനൻ്റ് ആവില്ല. പെർമനൻ്റ് ആവണമെന്നുണ്ടെങ്കിൽ കുറേ നാൾ ടേപ്പ് ചെയ്യണം. സോ നോസ് ടേപ്പിംഗ് അത്യാവശ്യം വർക്കിംഗ് ആണ്. അതുപോലെ തന്നെ നോസ് സ്ലിം ആക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നോസ് ടേപ്പിംഗ് ചെയ്യാവുന്നതാണ്. നോർമലി കിട്ടുന്ന സെല്ലോ ടേപ്പ് യൂസ് ചെയ്യാവുന്നതാണ്, അതുമല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ടേപ്പ് യൂസ് ചെയ്യാവുന്നതാണ്. സോ ഈ 2 വഴികളാണ് വിത്തൗട്ട് സർജറീസ് ഒന്നും ഇല്ലാതെ നോസ് ഫാറ്റ് റെഡ്യൂസ് ചെയ്യാനും അതുപോലെ നോസ് സ്ലിം ആക്കാനും ഹെൽപ്പ് ചെയ്യുന്നത്. രണ്ടും വർക്കിംഗ് ആണ്, പക്ഷേ നിങ്ങൾ ഒരുപാട് റിസൾട്ട് എക്സ്പെക്ട് ചെയ്യരുത്. ചെറിയ രീതിയിൽ ഫാറ്റ് കളയാനും അതുപോലെ തന്നെ നോസ് സ്ലിം ആക്കാനും ഇത് രണ്ടും ഹെൽപ്പ് ചെയ്യും. ഇനി നോസ് സ്ലിം ആൻഡ് ഷാർപ്പ് ആക്കാൻ സാധിക്കുന്ന ഏറ്റവും എഫക്റ്റീവായ വഴിയാണ് നോസ് ടോപ്പ്, അതായത് നോസ് സർജറി. നോസിലെ ഡോർസൽ ഹമ്പ് സ്ട്രൈറ്റ് ആക്കാനും അതുപോലെ തന്നെ ടിപ്പ് ഷാർപ്പ് ആക്കാനും നോസിൻ്റെ വിട്ട് ചെറുതാക്കാനും മൂക്ക് സംബന്ധമായ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാനും നോസ് ടോപ്പ് അതായത് റൈനോപ്ലാസ്റ്റി കൊണ്ട് സാധിക്കും. സോ കുറേ സെലിബ്രിറ്റീസ് അവരുടെ ലുക്ക് ട്രാൻസ്ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു സർജറിയാണ് നോസ് ടോപ്പ്. സോ നിങ്ങളുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ നോസ് ടോപ്പ് ചെയ്യാവുന്നതാണ്. ഏകദേശം 1 ലക്ഷം രൂപ തൊട്ട് 3 ലക്ഷം രൂപ വരെയൊക്കെയാണ് സർജറിക്ക് റേറ്റ് വരുന്നത്. സോ ഇത്രയേ ഉള്ളൂ ഗൈസ് നോസിൽ ചെയ്യാനുള്ളത്. ആദ്യം പറഞ്ഞ 2 കാര്യങ്ങൾ ചെയ്യാൻ ചിലവൊന്നുമില്ല, അതുപോലെ തന്നെ നോസ് കുറച്ച് സ്ലിം ആക്കാനായിട്ട് സാധിക്കും. സോ നോസ് കുറച്ച് വലുതാണെന്നും പറഞ്ഞ ഒരു പ്രശ്നവുമില്ല. SRK, ടോം ക്രൂസ്, രൺബീർ കപൂർ ഇതുപോലത്തെ കുറേ സെലിബ്രിറ്റീസിനും ബിഗ് നോസ് ഉണ്ട്. പക്ഷെ അതൊന്നും അവരുടെ കരിയറിനെയോ ലുക്സിനെയോ ഒന്നും ബാധിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. സോ നോസ് വലുതാണെന്ന് പറഞ്ഞ ഒരു കുഴപ്പവുമില്ല, നമ്മളെ തന്നെ സ്വയം ഇഷ്ടപ്പെട്ടാൽ മതി. ഇനി നിങ്ങളുടെ മൂക്കിൽ സാറ്റിസ്ഫൈഡ് അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സർജറി ചെയ്യാം, അല്ലെങ്കിൽ ആദ്യം പറഞ്ഞ 2 ടിപ്പുകൾ ചെയ്യാവുന്നതാണ്. സോ വീഡിയോസ് ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇതുപോലത്തെ മോർ സെൽഫ് ഇംപ്രൂവ്മെൻറ്റ് വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം.